51 എനിക്കന്ന് 19 വയസ്സ്. ഞാനിവിടെ വരുന്നത് ആദ്യമായിട്ട് ഈ മതിൽ കിട്ടാനായിട്ട് കൊത്തൻ്റെ ഒരു കയ്യാളായിട്ട് ഇവിടെ വരിക. തമ്പാനാണ് എൻ്റെ സ്വന്തം വീട്. ഇവിടെ വന്ന് അത് ഒരു 3-4 മാസം ആ ജോലി കഴിഞ്ഞപ്പം ഇവിടെ ഷൂട്ടിങ് തുടങ്ങാനുള്ള ആത്മസഖി എന്ന് പറഞ്ഞുകൊണ്ടൊരു പടം സുബ്രഹ്മണ്യം മുതലാളി തുടങ്ങാനുള്ള അങ്ങനെയുമായിട്ടുള്ള എനിക്ക് കുറച്ചും കൂടെ പരിചയം ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ തൊഴിലിൻ്റെ ആത്മാർത്ഥം കൊണ്ട് ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു എന്നെ ഇവിടെ സ്ഥാപിച്ചു നിർത്തി. പ്രൊഡക്ഷൻ ബാഗായിട്ടാണ് ഞാൻ വന്നത്. പാത്രം കഴുകാൻ. ഇന്നത്തെ പ്രൊഡക്ഷൻ ബാഗല്ല, അന്നത്തെ പ്രൊഡക്ഷൻ ബാഗ് വ്യത്യാസങ്ങളാണ്. അങ്ങനെ വന്ന് 52 ആത്മസഖി റിലീസ്. സത്യനും അന്നത്തെ ഏറ്റവും വലിയൊരു ആർട്ടിസ്റ്റാണ് BS സുരൈ എന്നും പറഞ്ഞൊരു ആർട്ടിസ്റ്റുണ്ട്. അവരാണ് അതിൻ്റെ ഹീറോയിന്. തമിഴും മലയാളവുമാണ്. 2 വാറ്റായിട്ട് എടുക്കും. അങ്ങനെ 53-54 ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ തന്നെ മുതലാളിക്ക് ആഹാരമൊക്കെ കൊടുക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ തന്നെ നോക്കണം. അങ്ങനെ ഇരുന്നപ്പം ലളിത എന്നും പറഞ്ഞ ലളിതാ പത്മിനിയിലെ ലളിത പൊൻകതിർ ഷൂട്ടിങ് 2ാമത്തെ പടം, ഇവിടുത്തെ പടം പൊൻകതിരാണ്. എന്നാൽ അവർ വിളിച്ച് പറഞ്ഞു, ഞാൻ മേക്കപ്പൊക്കെ ഞാൻ ചെയ്തോളാം, എനിക്കൊരു ടച്ചപ്പ് ബായിയെ കിട്ടിയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ ഒരു ദൈവാനുഗ്രഹം കൊണ്ട് മുതലാളി എന്നെ അവരുടെ ടച്ചപ്പ് ബായിയായിട്ട്, ഇന്നത്തെ പോലെ ബാഗും തൂക്കൊണ്ടിരിക്കുന്ന ടച്ചപ്പ് ബായി അല്ല, അന്ന് തട്ടവും കൊണ്ട് ഇങ്ങനെ നിൽക്കണം അവരെ പറക്കാൻ. ആ ഒരു ഇതിൽ ഞാൻ വളരെ എനിക്ക് വിദ്യാഭ്യാസമൊന്നുമില്ല. അപ്പോൾ അവരും വളരെ ഞാൻ ശ്രദ്ധിച്ച് അവരിടുന്ന മേക്കപ്പും അതൊക്കെ ഞാൻ നോക്കി പിറ്റേന്ന് ഞാൻ അതൊക്കെ എടുത്തു കൊടുക്കും. അപ്പോൾ അവർക്കും എൻ്റെ അടുത്തൊരു എൻ്റെ കേട്ടു, വേറെ പിന്നെ ഇത് പഠിക്കണം, ആ ചാമ്പിളിഞ്ഞ് പഠിക്കണം, ഇനി അങ്ങോട്ട് പാത്രം കഴുകാൻ പോകില്ലല്ലോ, ഇതിൽ വന്നുപോയല്ലോ. അങ്ങനെ ഒരു വാരം തീരാൻ നേരത്തെ എന്നെ കൊണ്ടുവന്ന് മേക്കപ്പ് ഇടിയിച്ചു. ഞാൻ ആദ്യമായിട്ട് അതിൻ്റെ പറഞ്ഞു 1 രൂപയും ഒരു വെറ്റയും ബാക്കി കൊണ്ട് വന്നിട്ട് അവരുടെ മുഖത്താണ് ഞാൻ ആദ്യമായിട്ട് കൈവയ്ക്കുന്നത്. മെർലാൻഡ് നേരിട്ട് 68 സിനിമകൾ നിർമ്മിച്ചു. ഇതിൽ ഒരു ഹിന്ദി സിനിമയും ചില തമിഴ് ചിത്രങ്ങളും പെടും. അന്തരിച്ച പ്രസിദ്ധ നടൻ സത്യൻ, ശ്രീവിദ്യ, അന്തരിച്ച നടൻ ബഹദൂർ, ബാലതാരമായി വന്ന് പിന്നീട് തെന്നിന്ത്യൻ സിനിമയിൽ വെന്നിക്കൊടി പാറിച്ച ശ്രീദേവി എന്നിവരെ ചലച്ചിത്ര ലോകത്തിന് സംഭാവന ചെയ്തത് മെർലാൻഡ് സ്റ്റുഡിയോ ആയിരുന്നു. അന്നത്തെ കാലത്ത് വേറെ ആരും പ്രൊഡക്ഷനൊന്നും ഇല്ലായിരുന്നു. അസോസിയേറ്റ് മിസ്റ്റർ വാസു, അദ്ദേഹം ഒരു വർഷത്തിലൊരു പടവും ചിലപ്പോൾ 2 വർഷത്തിലൊരു പടവും. അപ്പോൾ കംപ്ലീറ്റ് ഒരു കാലഘട്ടത്തിൽ പിന്നെ ഉദയ വന്നിട്ട് ഐ തിങ്ക് ഒരു 7-8-10 കൊല്ലം കഴിഞ്ഞിട്ടാണ് തുടങ്ങിയത്, 2ാമത് തുടങ്ങിയത് ഉമ്മ എന്ന പടത്തിൽ. അതുവരേക്കും മെർലാൻഡ് മാത്രമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് വന്ന് ചന്ദ്രതാര. അപ്പോൾ ഒരു കണ്ടിന്യൂസ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഒരു കംപ്ലീറ്റ് ആയിട്ട് ഒരു എല്ലാ കൊല്ലവും ഒരു 3 പടം 4 പടം വെച്ച് റിലീസ് ചെയ്യുമായിരുന്നു. പിന്നെ ഒരുപാട് ആർട്ടിസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമായിരുന്നു, മ്യൂസിക് ഡയറക്ടേഴ്സ്, പിന്നെ എഴുത്തുകാർ, ഇതെല്ലാം അവിടെ നിന്നാണ് തുടങ്ങിയത്. ഈ പുരാണ ചിത്രങ്ങളെ പറ്റി പറയുമ്പോൾ അച്ഛന് വന്നിട്ട് അതിൽ വളരെ ഒരു പെട്ടെന്നൊന്നും അങ്ങനെ ഒന്നും ചെയ്യാറില്ല. എന്ന് വെച്ചാൽ ഏത് സബ്ജക്റ്റ് എടുത്താലും കംപ്ലീറ്റ് അത് സ്റ്റഡി ചെയ്തിട്ടേ ചെയ്യാറുള്ളൂ. കുമാരസംഭവം കാളിദാസൻ്റെ അത് നോക്കി പിന്നെ ബുക്ക് വായിച്ച് കംപ്ലീറ്റ് അത് നോക്കിയിട്ട്, പിന്നെ കൃപാനന്ദ വാര്യർ എഴുതിയിട്ടുണ്ടായിരുന്നു മുരുകനെ പറ്റി. അതിൻ്റെ എല്ലാം ഒരു 3-4 ഗ്രന്ഥങ്ങൾ വെച്ച് കംപ്ലീറ്റ് ചെയ്ത പിന്നെയാണ് പുള്ളി സ്ക്രീൻ പ്ലേ തന്നെ എഴുതുന്നത്. സ്ക്രീൻ പ്ലേയുടെ കാര്യം പറഞ്ഞാൽ വളരെ 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 ഡീറ്റെയിൽഡായിട്ട് അദ്ദേഹം എഴുതും. സ്ക്രീൻ പ്ലേ എന്ന് തന്നെ പറയാനൊക്കില്ല, അതൊരു സിനോറിയാണ്. ഇപ്പോൾ ഒരു 10-15-20 കൊല്ലത്തിന് മുമ്പേ ഈ പിന്നെ ഒരു മർച്ചൻ്റ് എന്ന് പറഞ്ഞൊരാളുണ്ട്, അത് ഇസ്മയിൽ മർച്ചൻ്റ് എന്നാണ് ഓർമ്മ. അദ്ദേഹം ഒരു റൂം വിത്ത് ദ വ്യൂ എന്നൊരു സിനിമ എടുത്തിട്ടുണ്ട്. അത് ഇൻ്റർനാഷണലി വളരെ ഫേമസ് ആയ ഒരു പടമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ 2ാമത്തെ പടം എടുക്കാൻ ഒരു പ്രാവശ്യം ഇവിടെ വന്നിരുന്നു. അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് സ്ക്രിപ്റ്റ് തന്നിട്ട് വായിച്ചിട്ട് കേരളത്തിൽ എവിടെയെങ്കിലും ലൊക്കേഷൻ ഉണ്ടോ എന്ന് നോക്കണം. അപ്പോൾ ഞാൻ റഫായിട്ട് അത് നോക്കിയപ്പോൾ കാണാം അത് വന്നിട്ട് പുള്ളിയുടെ സ്ക്രിപ്റ്റ്, അതായത് ഇപ്പോൾ ഒരു 15 കൊല്ലത്തിന് മുമ്പ് ഉള്ള കാര്യം പറഞ്ഞാൽ ആ സ്ക്രിപ്റ്റ് നോക്കുകയാണെങ്കിൽ ഫാദർ എഴുതിയ 30 കൊല്ലത്തിന് മുമ്പേ ഇതേ ടൈപ്പാണ് പുള്ളി എഴുതിയിരുന്നത്. അതപ്പോൾ അത് അത്ര ഡീറ്റെയിൽഡായിട്ടാണ് പുള്ളി ഈ സ്ക്രിപ്റ്റിനെ സംബന്ധിച്ചോളം വർക്ക് ചെയ്തിരുന്നത്. ഈ സ്ക്രിപ്റ്റ് റൈറ്റർക്ക് ഉള്ള ജോലി വളരെ വളരെ കുറവാണ്. ഇത് കംപ്ലീറ്റ് ആയിട്ട് ഈ സ്ക്രീൻ പ്ലേ കൊടുത്തു കഴിഞ്ഞാൽ പുള്ളിയുടെ അത് വെച്ചാണ് ഈ ഡയലോഗ്സൊക്കെ കംപ്ലീറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മുടെ ഈ പുരാണപ്പടങ്ങളൊക്കെ വിജയിക്കുന്നതിൻ്റെ കാര്യം പുള്ളിയുടെ ഒരു പേഴ്സണൽ ടച്ചാണ് അത്. സുബ്രഹ്മണ്യം മുതലാളിയെക്കുറിച്ചുള്ള ഓർമ്മയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എങ്ങനെയോ തെറ്റായിട്ടാണ് ഒരു സുബ്രഹ്മണ്യം മുതലാളി എന്ന് പേര് വന്നത്.
ആക്ച്വലായിട്ട് അദ്ദേഹം മുതലാളിയല്ല. അദ്ദേഹം അങ്ങനെ ഒരു പോസ്റ്റിങ്ങും അതൊന്നും ഇല്ല. വളരെ ഒരു ഈശ്വരഭക്തിയും ഒക്കെ ഉള്ളൊരു മനുഷ്യനാണ്. പിന്നെ വളരെ അമിതമായിട്ട് പണം സമ്പാദിച്ച് ബ്ലാക്കിൽ കയറണം എന്നുള്ളൊരു അഭിപ്രായമൊന്നുമില്ല. പിന്നെ എടുക്കുന്ന പടം നന്നായിരിക്കണം, അത് നിർബന്ധമുണ്ട്. എന്നല്ലാതെ ഈ പ്യുവർലി കമേഴ്ഷ്യൽ എന്ന് പറയാനൊക്കെയില്ല. പടത്തിൻ്റെ സ്റ്റാൻഡേർഡും കൂടെ നോക്കിയിട്ടേ ഉള്ളൂ. ഓടിയാലും ഓടിയില്ലെങ്കിലും അദ്ദേഹം ഒന്ന് തീരുമാനിച്ചിട്ടുണ്ട്, അതനുസരിച്ച് എടുക്കുകയുള്ളൂ. അല്ലാതെ ഓടാൻ വേണ്ടിയിട്ട് മറ്റ് സീൻസ്, ആവശ്യമില്ലാത്ത സീൻസ് കൂട്ടുകയോ, കോമഡി തന്നെ ആവശ്യമില്ലാത്ത കോമഡി. ഈ കോമഡി 2 ടൈപ്പ് ഉണ്ടല്ലോ, സഭ്യമായത് അസഭ്യമായിട്ടുണ്ട്. സഭ്യമായിട്ടല്ലാതെ എടുക്കുകയില്ല. അത് സീൻസ് ആണെങ്കിൽ അത്രയേ ഉള്ളൂ. പിന്നെ എസെൻഷ്യലായിട്ട് മാറ്റി വയ്ക്കാൻ വയ്യാത്തതായ ചില സീൻസ് ഉണ്ടെങ്കിൽ വളരെ ലിമിറ്റഡ് ഇതിൽ വെച്ച് എടുക്കുകയുള്ളൂ. ഇങ്ങനെ ഒരു ഈശ്വരവിശ്വാസിയും ആണ്. പിന്നെ സ്റ്റുഡിയോയിലാണെങ്കിലും വളരെ ആർക്ക് വേണേലും എപ്പോൾ വേണേൽ കാണാം. അല്ല, അദ്ദേഹത്തിന് ഒരു തനിയെ ഒരു കോട്ടേജ് പോലെ അവിടെ ഉണ്ട്. ആ കോട്ടേജ് പക്ഷേ ക്ലോസ്ഡ് അല്ല. നമുക്ക് അവിടെ വർക്ക് ചെന്ന് നിന്ന് കഴിഞ്ഞാൽ ഫ്രണ്ട് കംപ്ലീറ്റ് ഓപ്പണാണ്. എപ്പോൾ വേണമെങ്കിൽ പോവാം, എപ്പോൾ വേണമെങ്കിൽ എന്ത് കാര്യം വേണമെങ്കിലും പറയാം. അദ്ദേഹം ദേഷ്യപ്പെടുകയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു അതേ ഞാൻ പറഞ്ഞു, മുതലാളി ഇന്നൊരു പേര് വന്നു എന്നുള്ളതല്ലാതെ മുതലാളിത്തം ഒട്ടുമില്ലാത്തൊരു മനുഷ്യനായിരുന്നു. നിരവധി അവാർഡുകൾ മെർലാൻഡ് നേടി. 1969 കുമാരസംഭവത്തിന് നല്ല സിനിമയ്ക്കുള്ള ആദ്യത്തെ സംസ്ഥാന അവാർഡ് ലഭിച്ചു. പാടാത്ത പൈങ്കിളി ദേശീയ സർക്കാരിന്റെ വെള്ളി മെഡൽ നേടി. അധ്യാപിക, കലയും കാമിനിയും, രണ്ടിടങ്ങഴി തുടങ്ങിയവയും അവാർഡ് നേടിയ ചിത്രങ്ങളാണ്. 70കളുടെ ആദ്യ പകുതിയിൽ തന്നെ മെർലാൻഡിന്റെ ശ്രദ്ധ പുരാണ ചിത്രങ്ങളിലും കാട് പശ്ചാത്തലമായുള്ള ചിത്രങ്ങളിലും മാത്രമായി. 1978 ഒക്ടോബർ 4-ാം തീയതി അന്തരിക്കുന്നതുവരെ സുബ്രഹ്മണ്യം സിനിമയിൽ വളരെ സജീവമായിരുന്നു. മീനാക്ഷി അമ്മയാണ് ഭാര്യ. ആമോദത്തിന്റെ നാട്ടിൽ നിന്നും പുതിയ സിനിമ മറ്റ് പലയിടങ്ങളിലുമായി മാറിപ്പോയെങ്കിലും വല്ലപ്പോഴും വരുന്ന സിനിമാ സീരിയൽ സംരംഭങ്ങൾ പഴയ ഓർമ്മകൾ ഉണർത്തുന്നു. ഒരു കാലഘട്ടത്തിന്റെ ആരവം.